അസ്സലാമലൈക്കും. ഈ പാസ്ത നമുക്ക് ഹോം മെയ്ഡ് മസാല വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിന് ഒരു ജാറിലേക്ക് 1 സ്പൂണ് പഞ്ചസാര ഇട്ട് 1 സ്പൂണ് മുളക് പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ടാൽ ഇനി 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇനി 1 സ്പൂൺ ഉപ്പുപൊടിയും നല്ല ഇതൊന്ന് പൗഡറാക്കി എടുക്കണം. അത് പൗഡറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് 250 ഗ്രാമിൻ്റെ പാസ്തയാണ് കേട്ടോ. ഈ വെള്ളം തിളക്കണേക്ക് 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് തിളക്കാൻ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വേകട്ടെ. ഇനി അടുത്ത സ്റ്റൗവിൽ നമുക്കൊരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ ഇതിനു വേണ്ടി വലിയ ഉള്ളിയായിരുന്നു എടുത്തിരുന്നത്. അതിന് 1 ഉള്ളിയും 2 പച്ചമുളകും മുറിച്ച് വെച്ചിരുന്നു. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നല്ലതൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഉള്ളി ഒന്ന് നല്ല മൂക്കട്ടെ. നമുക്ക് ഇനി അടുത്ത സ്റ്റൗവിൽ നമ്മളെ പാസ്ത വന്നിട്ടുണ്ട്. ഇതിനു വേണ്ടി ഞാൻ പച്ചക്കറി എടുത്തിരിക്കണം. എൻ്റെ അടുത്ത് ഉണ്ടായ പച്ചക്കറി ഞാൻ എടുത്ത ക്യാരറ്റും ഉള്ളിത്തണ്ടും കൂടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടാണി, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം അങ്ങനെ എന്തും ഇട്ട് കൊടുക്കട്ടെ വെജിറ്റബിൾസ്. ഇത് എണ്ണയിൽ തന്നെ ഒന്ന് നല്ല മൂക്കട്ടെ ഈ ക്യാരറ്റും പച്ചക്കറിയൊക്കെ. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പേസ്റ്റ് 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും സ്മെല്ല് പോണ വരെ നല്ലൊന്ന് വാട്ടി കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉള്ളിത്തണ്ട് ഇട്ട് കൊടുക്കാം. ഉള്ളിത്തണ്ട് ലാസ്റ്റ് ഇട്ടാൽ മതി ഇട്ടാ. നമുക്കിനി ഈ സ്റ്റൗവിലത്തെ പാസ്ത വന്നിട്ടുണ്ട്. ഇതിലത്തെ വെള്ളം ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിവാക്കി നമ്മൾ ഓട്ടപാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് പൊടിച്ച് വെച്ചിരുന്ന മസാല ഞാൻ ഈ ചാട്ട് മസാല ഇടാൻ ഇതിലേക്ക് മറന്നിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ 1/2 സ്പൂണ് ചാട്ട് മസാല ഇതിട്ടിട്ടുണ്ട്. നിങ്ങൾ പൊടിക്കുമ്പോൾ തന്നെ അതിലേക്ക് 1 സ്പൂണ് ചാട്ട് മസാല ഇട്ടോടെയുണ്ട്. നമ്മളിപ്പോൾ പൊടിച്ച് വെച്ച മസാലപ്പൊടി നമ്മൾ ഫ്രൈഡ് റൈസിന്, നൂഡിൽസിന്, പാസ്തക്കൊക്കെ ഇട്ട് കൊടുക്കട്ടെ. നല്ല ടേസ്റ്റ് ആയിരിക്കും അത്. ഇത് നമ്മളെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഓംലേറ്റ്. ഇത് ഇതേപോലെ ഉണ്ടാക്കി നിങ്ങൾ കഴിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇതേപോലെ ഇനിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.